ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാനന്ന് രാവിലെ പോയി ഒന്ന് മുടിയും തടിയൊക്കെ റെഡിയാക്കി വന്നു കേട്ടോ. സലൂണിൽ പോയി ഒന്ന് മുടിയും തടിയൊക്കെ റെഡിയാക്കി ഒന്ന് സുന്ദരനാവാൻ നോക്കിയതാണ്. പക്ഷേ സുന്ദരനായിട്ടൊന്നുമില്ല, ഒന്ന് ലെവലാക്കി വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ലെവലാക്കി വന്നിട്ട് നമ്മളിന്നൊരു യാത്ര പോകാൻ പോകണം. യാത്ര എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് യാത്രയാണ് അല്ലേ അമ്മ? എവിടെയാണ് പോണേ? പറയാം, പിന്നെന്താ പറഞ്ഞു. നമ്മളെന്നങ്ങനെ പാലക്കാടേക്ക് പോകാൻ കേട്ടോ. പാലക്കാട് ചക്കന്റെ വീട്ടിലേക്ക് നമ്മൾ പോകണം. നമ്മൾ വന്നിട്ട് എത്ര ദിവസമായി അവിടെ? ദിവസമൊന്നുമല്ല, മാസമായി. ഏകദേശം 2 മാസമായിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട്. അതെ, യെസ്, നമ്മൾ ഏകദേശം വന്നിട്ട് ഏതാണ്ടൊക്കെ 2 മാസം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വന്നതിന് ശേഷമായിരുന്നു എന്ത്, നമ്മളെ അളിയന്റെ 2ാമത്തെ കുട്ടി ഉണ്ടായത് അല്ലേ? 2 ആഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു സിനു പ്രസവിച്ചത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു, ആൺകുട്ടിയാണ്, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ അതിനുശേഷം ആ 2 ആഴ്ച ഗ്യാപ്പ് ആകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് പോകാൻ എന്തായാലും നടക്കൂല അല്ലേ? കാരണം നിങ്ങൾക്ക് അറിയാം, അന്നത്തെ കാര്യം നമുക്ക് ഏകദേശം ഇത്രയും ദൂരം ഉണ്ട്, ഒരു 300-320 കിലോമീറ്റർ ദൂരം അതുണ്ട്. എങ്ങനെ ഒരു 8-9-10 മണിക്കൂർ ഓൾമോസ്റ്റ് നമുക്ക് യാത്രയ്ക്ക് വരുന്നുണ്ട്. കാറിലാണ് നമ്മൾ വരണതൊക്കെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ ബേബി ഉള്ളത് കൊണ്ട് അവളെയും കൊണ്ട് ഈ ലോങ് യാത്ര പോകുന്നത്. അതായത് ഞാൻ പറയട്ടെ, അതായത് നമുക്കിപ്പോൾ ഇവിടെ കുട്ടിയുള്ളത് കൊണ്ട് അവളെയും കൊണ്ട് പെട്ടെന്ന് പോയി വരലൊക്കെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അവരും പോസ്റ്റ് നേച്ചർ കെയറിലായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് വരട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരും ചൊവ്വാഴ്ച പോസ്റ്റ് നേച്ചറിൽ നിർത്തി അല്ലേ? പോസ്റ്റ് നേച്ചറിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോക്കിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലല്ല, അത് ഞാൻ പറഞ്ഞുതരാം. സർപ്രൈസ് ആയിട്ടുള്ള പോക്കാണ് കേസ്. അതായത് ചക്കര വീട്ടിലവിടെ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഇന്നലെയും കൂടി ഉമ്മ വിളിച്ചപ്പോൾ ചോദിച്ചു എന്ന് വരുന്നു. അപ്പോഴും പറഞ്ഞു ഞങ്ങള് പിന്നെ ഇപ്പോൾ വരണില്ല, ഏതായാലും നോക്കട്ടെ, കുറച്ച് വൈകാരികയൊക്കെ ഉണ്ട്, നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. അപ്പോൾ ചക്കരൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണില്ലേ, പിന്നെ നിങ്ങൾ എന്നാ വരണത്, പോയിട്ട് എത്രയായി എന്നൊക്കെ ചക്കരൻ്റെ അമ്മ ചോദിച്ചു കേട്ടോ. അതേപോലെ തന്നെ എന്നോടിപ്പോൾ 2 ദിവസം മുന്നേ സംസാരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു ദൂരത്താണ് കിട്ടിച്ച് വിചാരിച്ചിട്ട് ഇങ്ങോട്ടൊന്നും വരരുത്, ഇങ്ങോട്ടൊന്നും നോക്കരുത്, ഇങ്ങോട്ട് വാനൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു എന്താ അമ്മ നിങ്ങൾ എങ്ങനെ വയ്ക്കണത് ചോദിച്ചു. അപ്പോൾ ഉമ്മനോട് ചക്കരന്റെ അമ്മനോട് നമ്മൾ പറഞ്ഞിരിക്കണത് ഇപ്പോഴൊന്നും വരണില്ല എന്നാണ്. അതായത് ഉമ്മാക്ക് അറിയില്ല, നൗഫലിന് സിനിമ ആർക്കും അറിയില്ല. നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് കേസ് പോകുന്നത്. അതാണ് അവര് ഒരിക്കലും ഇവിടെ സർപ്രൈസ് ആയിട്ടൊന്നും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ട്രിവാൻഡ്രത്ത് വന്നിട്ട് ആറ്റുകാൽ പൊങ്കാല ഒരു ദിവസമായിരുന്നു, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്താണ് മീനോ? വേണ്ട മീന്, അതായത് മീൻകാരൻ വന്നതാണ് കേട്ടോ. മീൻ വേണോന്ന് ചോദിച്ചിട്ട് ഇന്ന് വേണ്ട, മീൻ വേണ്ട, ഇവിടെ ഉണ്ടാവില്ലല്ലോ നമ്മള്. ഓക്കെ, അപ്പൊ അവരെങ്ങനെ തിരുവനന്തപുരത്ത് വന്നിട്ട് അവർക്ക് വഴിയെന്ന് പറഞ്ഞിട്ട് ആകെ തെറ്റിയിട്ടൊക്കെ സർപ്രൈസിനെ നോക്കി അതാണ്. പക്ഷെ ലാസ്റ്റ് അവർക്ക് എന്നെ വിളിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ സർപ്രൈസ് പൊളിഞ്ഞു. ഏതായാലും തിരുവനന്തപുരം വരെ സർപ്രൈസ് ആയിട്ട് എത്തി. പക്ഷെ നമുക്ക് അവരെ വീട് വരെ സർപ്രൈസ് ആയിട്ട് പോകണം. അവിടെ എത്തുമ്പോഴേ കാണാൻ പാടുന്നു ഇല്ലേ അവരെ? അപ്പൊ ആ സർപ്രൈസ് ആയിട്ട് പോകാൻ നിൽക്കണം. എന്താ അങ്ങനെ ചെയ്യല്ലേ നമുക്ക്? അതെ, അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം സർപ്രൈസ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പാക്കിങ് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് ദിവസം നമ്മളിവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ വീഡിയോസിൽ കുറേ ആൾക്കാർ ചോദിച്ചു അലൻ മോനെ കാണാൻ പോകുന്നില്ലേ, മോനെ കാണാൻ പോകുന്നില്ല, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ അതായത് എല്ലാത്തിനും ഒരു സമയവും സമയവും സാഹചര്യവും ഒത്തു വന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റും. അതെ, മോളെ വാക്സിൻ എടുക്കണമായിരുന്നു. നമ്മൾ ആ ട്രിവാൻഡ്രത്ത് പോയ വീഡിയോയിലൊക്കെ പറഞ്ഞത് കറങ്ങാൻ നേരമുണ്ട്, കുട്ടീനെ കാണാൻ പോകുന്ന നേരമാണ്. കുട്ടീനെ കാണുന്നത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണവരല്ലോ, ഒരുപാട് പോകണ്ടേ. എന്നാണ് കിട്ടിയതല്ലേ? ആ വോട്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് ചക്കരന്റെ പേര് ചേർക്കാണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് പഞ്ചായത്തിൽ പോകണ്ടായിരുന്നു, കുറെ പരിപാടിയൊക്കെ കഴിഞ്ഞു. യെസ്, അത് പൂരിപ്പിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. കുറച്ച് തിരക്കുള്ള, അതായത് നമ്മളെ തിരക്കുകൾ കഴിഞ്ഞിട്ട് നമ്മൾ പോകും. അത് പ്രത്യേകിച്ച് ഇനിയിപ്പോ കുടുംബത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അതിന് ഓർമ്മിപ്പിച്ചും തരുമൊന്നും വേണ്ട. അത് അവനെ തന്നെ അറിയാമല്ലോ അത് അങ്ങനെയാണ് എന്ന്. എങ്ങനെ ചെയ്യണമെന്ന് അവനെ അറിയാമല്ലോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് കുട്ടിയെ കാണാൻ പോകാത്ത നിങ്ങൾക്ക് കറങ്ങാൻ നേരണ്ടല്ലോ, എന്നാ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കുടുംബത്തിൻ്റെ കാര്യം അവരവർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പറയണമെങ്കിൽ ഇനിയും പറയാനൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് പോകാനുള്ള കുറച്ച് ഒരുക്കങ്ങൾ, ഗെറ്റ് റെഡി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു. യെസ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ചക്കരനെയും കുട്ടീനെ കാണുന്നില്ലേ? ഉള്ളിലാണ്, പോണ തിരക്കിലാണ്, ഭയങ്കര പൊലിവിലാണ് കേട്ടോ ചക്കര. ഉള്ളിൽ നോക്കി വെക്കാം, എല്ലാവരും തിരക്കിലാണ് കേസ്. അപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. നമ്മളേതായാലും ഉച്ചയ്ക്ക് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. നാരങ്ങ നമുക്ക് എടുക്കാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് മുന്നേ ഞങ്ങൾ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. 1:15 12 മണിക്ക് പോകണമെന്ന് വിചാരിച്ചെന്നാണ്. പക്ഷെ ഇപ്പം 12 കാലമായിട്ടുണ്ട്. എന്ത്
അതെന്താ അങ്ങനെ പോയതാ സംഭവം? അതല്ലാതെ ഇന്നലെ കഴിക്കായിരുന്നു ആ ടൂര്. ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. അതാണ് കഴിക്കാണ്ടിരുന്നോട്ടെ, ഒഴിവാക്കേണ്ടതായാലും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. എന്നിട്ട് ബാക്കി വീഡിയോസ് ഒന്ന് നോക്കാം. ചക്കര ഉള്ളിലുണ്ട്, പോയി നോക്കാം. അല്ല, എവിടെ പോണെന്ന്? വരെയൊക്കെ 14 അല്ല 144 എമ്മാതിരി ചീരി ഗൈസ്. നോക്കി എന്താ ഉള്ളൊരു പൊലിവ് അല്ലേ. പിന്നെന്താ, ഞങ്ങള് ശരിക്കും 2 ദിവസം കൂടി കഴിഞ്ഞ് പോകുന്ന വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. അതിന് പിന്നെ ഇപ്പോൾ ഒരേ നിർബന്ധം, പോണം, ഇപ്പൊ തന്നെ ഉമ്മാനെ കാണണം. ഇനി ചക്കരന്റെ ഉമ്മ വിളിച്ചിട്ടാണെങ്കിലോ, എന്താ നിങ്ങൾ വരാത്ത, എന്താ വരാത്ത, ഇന്നലെ വിളിച്ചില്ലേ നമുക്കിടെ? ഇന്നലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴൊന്നും വരുന്നില്ല, അടുത്ത മാസം വരുന്നുള്ളൂ പറഞ്ഞപ്പോ ഇത് വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, വരണ്ട അല്ലെങ്കിൽ ദേഷ്യം വന്നിക്കണു. തെറ്റിയില്ലേ? പോയി ഉമ്മാനോട് പോരാ, നാളെ വരെ അടുത്ത ആഴ്ച വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞു എന്ത് ഇപ്പോഴൊന്നും വരണില്ല, ഇനി ഡിസംബറിലേ വരുന്നുള്ളൂ. അപ്പൊ ഉമ്മക്ക് എന്തായി, ഒന്നും കൂടി കലികളായി. അപ്പൊ ഇനി നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തില് അപ്രതീക്ഷിതമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഉമ്മാടെ പിന്നെ ഒരു ഇതെന്താണ് നമുക്കത് കാണണം, അത്രേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടോ പറയാതെ പോകണമെന്നല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ എന്തായാലും നടന്നില്ല. അപ്പൊ നമ്മളെ തിരിച്ച് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അപ്പൊ അല്ല ബാഗ് കാര്യങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പൊ എത്ര ദിവസത്തിനാ പോണ്? 2 മാസത്തിനോ? 2 മാസത്തിനാ പോണ്? അത് ശരി. നോക്കിയാ 4 ദിവസം കേട്ടോ. 4 ദിവസം കഴിഞ്ഞ് നേരെ തിരിച്ച് വരേക്കും. ഓക്കെ, അപ്പൊ അതിനുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. ഞാൻ തിരിച്ചു വരില്ലേ? അല്ല, 4-5 ദിവസത്തിനുള്ളൊക്കെ എടുത്താൽ മതി. എത്ര എടുക്കണം? 10 ദിവസത്തിനോ? ഒരു 10 ദിവസത്തിനൊക്കെ എടുത്തു. ഒരു 5 ഒരാഴ്ചക്ക് എടുത്തു കേട്ടോ. എന്തേക്കരേ ഇപ്പൊ കാണുന്നവര് പറയും, എന്തിനാ ജാസ്തി അവളുടെ വീട്ടിലല്ലേ അവള് നിക്കാൻ പോണത്, അവളുടെ ഉമ്മാടെ അടുത്തല്ലേ പോണത്, എന്തിനാ ഇങ്ങനെ ദിവസക്കണക്ക് പറയണെന്ന് ചോദിക്കും. എന്തായാലും പറയാനുള്ളത്? അവിടെ ഇവിടെ ഒരുപോലെ നിക്കണ്ടേ? ആണോ? ഇല്ല, ഇതിപ്പോ അല്ലേ അവിടെ നിങ്ങോട്ട് പോകുന്നു ചക്കരെ? ഞാൻ പെറ്റടക്കാൻ പോയതാണ്, അല്ലാതെ ഓടിച്ചാടി കളിക്കാൻ പോയതല്ല. ടൂറ് പോയതല്ലാന്നാവും. കാരണം ഞാൻ ഡെയിലി ഡയലോഗാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നാ അതൊക്കെ പറക്കിരിക്കും. ഇനിയിപ്പോ നാളെ മുതൽ കുറച്ച് ടീമുകൾ ഇറങ്ങും. നിങ്ങൾക്ക് വീട്ടിൽ പോകാനായില്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലേന്ന് വെച്ചിട്ട് നമ്മുടെ സ്വന്തം വീട് തന്നെ. അതെ, ഇത് നിജാസ് വില്ല എന്ന് ബോർഡ് വെച്ച വാടക വീടാണ് ഗൈസ്. നമ്മള് വാടക വീട്ടിലാണ്. ഈ പറയണവര് തന്നെ ചോദിക്കൂലേ? അതാണ് സൊസൈറ്റി. നമ്മളടുത്ത് പോകുമ്പോ ചോദിക്കും, നിങ്ങൾ പോണില്ലേ ഇങ്ങനെ കുട്ടീനെ കാണാൻ പോയിക്കൂടെ, നിങ്ങൾക്ക് കറങ്ങാൻ നേരമുണ്ടല്ലോ, നിങ്ങൾ കുട്ടീനെ കാണാൻ നേരമല്ല. ഇനി അവിടെ എത്തിയാ ചോദിക്കും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലേ, ഇവിടെ തന്നെയാണോ താമസം? ഗൈസ്, അവനവന്റെ ഫാമിലിത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി, നിങ്ങൾ കമന്റ് ചെയ്തോളിയും. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തിനാ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യം? എത്ര ദിവസം നിൽക്കണം? കുറച്ചാൾക്കാർ അതായത് എത്ര ദിവസം എത്ര ദിവസം നിക്കണം, ആരുടെ വീട്ടിൽ പോകണം, എന്തിന് പോകണം, അത് എപ്പോ ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം. അത് നമുക്ക് തീരുമാനിക്കാൻ അറിയാം. ഇതിപ്പോ പറഞ്ഞിപ്പോ കേൾക്കാൻ പറയും അഹങ്കാരാണ്, നിങ്ങൾക്ക് ജാട കൂടിയിട്ടാണ്, ഞങ്ങള് കാണുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടണത് എന്നൊക്കെ പറയും. ഒക്കെ ശരി തന്നെയാണ്. എന്നെഴുതിയിട്ട് പിന്നെ അവനാന്റെ കാര്യത്തില് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ കാര്യത്തില് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞോളി. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോ പോകണം, കുളിക്കണോ, പല്ലേക്കണോ, അതൊക്കെ നിങ്ങൾ ഓരോരുത്തർ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തകൃതിയിൽ നടക്കുന്നുണ്ട്. എന്നാ നോക്കട്ടെ, പരിപാടി നടക്കട്ടെ. എല്ലാ തവണയും പോകുമ്പോഴേ നമ്മളിവിടെ 4 ഡ്രസ്സ് മതിയായിരുന്നു. അപ്പൊ ഈ പോക്ക് മുതൽ ഒരാൾ കൂടി എക്സ്ട്രാ വേണം. ആളിതാ അവിടെ കിടക്കാണ്. അവിടെ നിന്ന് ഉറങ്ങി പകുതി മയക്കത്തിൽ നീച്ചിട്ടുണ്ട്. ഉറങ്ങിക്കോട്ടെ, യാത്ര ചെയ്യാനുള്ളല്ലേ. ഉറക്കെ പറയും. എന്ത് രണ്ടുപേരായിട്ട് കേറി വന്ന് ഇപ്പൊ ഒരു കുട്ടിയായിട്ട് വന്നു. നാളെ അങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും കേറി വന്ന ഓർമ്മയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങളവിടെ പോയപ്പോ പഴയ സ്റ്റാഫുകൾ നമ്മളെടുത്ത് കണ്ടപ്പോ പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പൊ ഈ പോക്കില് നമ്മുടെ ലനമോളിന്റെ ഡ്രസ്സ് കൂടി ഉണ്ട്. അതവിടെ എങ്ങനെയാ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നതെവിടെ ഞാൻ ഒരു 3-4 ഷർട്ടും ഒരു പാൻറ്റും കൂടെ മടക്കി വെച്ചല്ലോ. അവിടെ ഉണ്ടല്ലേ, ഒരു ലുങ്കി തുണി ഉണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്, ചാർജറും സംഭവങ്ങളൊക്കെ. അപ്പോൾ കുട്ടീൻ്റെ ഡ്രസ്സും അതേ മടക്കിടിക്കണം. കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടിയുള്ളത്. കാരണം ഛർദ്ദിച്ചിട്ടും മൂത്രമൊഴിച്ചിട്ടും ഒക്കെ ഇങ്ങനെ മാറ്റണമല്ലോ. അപ്പോൾ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങളത് മാപ്പാടത്തൊക്കെ എടുത്തോ?
എടുത്തു അല്ലേ? ഓക്കെ, അപ്പം റെഡി ആയോ? അപ്പം നാരങ്ങ പറിക്കാം. കറിവേപ്പില വേണോ അമ്മ? വേണോ? അപ്പൊ കറിവേപ്പില, മാതള നാരങ്ങ, കറിവേപ്പിലയും കറിനാരങ്ങ. എന്നാ ഞാൻ വരാം. നോക്കി. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള നമ്മുടെ നാട്ടിലത്തെ സ്പെഷ്യൽസ് പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങത 1, അവിടെ 2 നാരങ്ങ 2 പറിച്ചു. ഇനിതാ അപ്പോൾ വീണ്ടും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ 3ാമത്തത് അവിടെ പോകണം. ഓക്കെ, അപ്പോൾ ഇതുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പില കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതേ നമ്മൾ ഇവിടെ നിൽക്കണം ഈ ഒരു നാരങ്ങല്ലേ, നിങ്ങൾ ബബ്ലൂസ് നാരങ്ങ, കമ്പിളി നാരങ്ങ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സാധനം. അപ്പോൾ ഇതും പറിക്കുകയാണ്. ഓക്കെ, ഇത് എത്ര എണ്ണം പറിച്ചോ? അപ്പോൾ 3 പറിച്ചോ? പഴുത്തിരിക്കുന്നു. അപ്പോൾ പഴുത്തിക്കണ പറിക്കാം. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ പറമ്പിലുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ പിന്നെ അവിടുത്തെ സ്പെഷ്യലുകൾ കൊണ്ടുവരും. മാന്തള്, മുണക്കമീൻ, അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരും. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യലും കൊണ്ടുപോകും. ഇതൊക്കെ നല്ല അച്ചാറിടാനൊക്കെ അടിപൊളി നാരങ്ങയാണിത്. പിന്നെ മറ്റേത് ജ്യൂസ് അടിച്ച് കുടിക്കാനും അടിപൊളിയാണ്. മാതള നാരങ്ങ, കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയണതേ നല്ല സാധനമാണ്. ഓക്കെ, നമുക്ക് നേരെ ഇതിനകത്തൊക്കെ പറക്കിയിടാം. എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ പാക്ക് ചെയ്ത് പുകളിലൊക്കെ നോക്കാം. എന്നാൽ വേഗം നോക്കാം വാപ്പാ, ലേറ്റായി. ഇപ്പോൾ നാരങ്ങ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് അതാ തോട്ട പോയി. നാരങ്ങ കണ്ടില്ലാത്ത ആൾക്കാരെ കണ്ടോളി. ഇതാണ് നാരങ്ങ. ഇത് നമ്മൾ പിഴിഞ്ഞു കുടിക്കുന്ന നാരങ്ങ എന്നല്ല കേട്ടോ. ഇത് അച്ചാറിടണതും പിന്നെ കറി വെക്കണൊക്കെ നാരങ്ങയാണ്. ഇതാണ് സാധനം, കണ്ടില്ലേ? പഴുത്തല്ല, അടിപൊളി, നല്ല മണം. അടിപൊളി മണം ഇതിൻ്റെ ഈ നീരുണ്ടല്ലോ. അപ്പോൾ 10 പറിച്ചിട്ടുണ്ട്. അതുപോലെ മതിയല്ലോ? മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സഞ്ചിക്കകത്ത് കുറേ പറിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല പഴുത്ത അടിപൊളി നാരങ്ങകൾ. ഇത് കടയിൽ വാങ്ങണമെങ്കിൽ നല്ല പൈസയാണിത്. കിലോയ്ക്ക് 60-70 രൂപ കൊടുക്കുന്നത്. ഏകദേശം ഒരു 10 ഉണ്ട്. ഒരു 5 കിലോളം ഉണ്ട്. ഇത് സാധനം 5-6 കിലോ ഉണ്ട്. അടുത്തതാ നമ്മളെ കമ്പിളി നാരങ്ങ പറിക്കാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ. 2 പറിച്ചിട്ടു, ബാക്കി വാപ്പ പറിക്കുകയാണ്. കയ്യെത്തില്ലല്ലേ? ഒന്ന് ചായച്ച കയ്യെത്തും. കഴിക്കണോ? അത് ഇത് പറിക്കാൻ പറ്റില്ല. അപ്പൊ കയ്യെത്തുന്നത് അപ്പോൾ ഇതും ഒരു 5 പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചുമന്ന കമ്പിളി നാരങ്ങയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഈസിയിൽ പറിച്ചിടാം. ഇനി കറിവേപ്പിലയും കൂടി പറിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വാപ്പതയുടെ കറിവേപ്പില പറിക്കുന്നുണ്ട്. കറിവേപ്പില നമുക്കിവിടെ ഇഷ്ടംപോലെ നിൽക്കുന്നത്. ഈ നിൽക്കുന്നത് കറിവേപ്പിലാണ്, ഇവിടെ നിൽക്കുന്നത് കറിവേപ്പിലയാണ്, അവിടെ നിൽക്കുന്നത് അതാണ്. അവിടെയൊക്കെ അവർ നിൽക്കണം കറിവേപ്പില പച്ചക്കറി കടയിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് വാങ്ങണമെന്ന്. നമുക്കിവിടെ ഉള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാമല്ലോ. പോകുമ്പോഴും ഓരോണം പോകുമ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. നമുക്കിവിടെ ഉള്ള സാധനങ്ങളും ഇതൊക്കെ തന്നെ. പിന്നെ കാരയ്ക്ക ഇപ്പോൾ സീസൺ അല്ല, അല്ലെങ്കിൽ കാരയ്ക്ക കൊണ്ടുപോയിരുന്നു. കാരയ്ക്ക ആയിട്ടില്ല. പറിച്ചോ അപ്പം? ഓക്കെ. അപ്പം അത്യാവശ്യം നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ട് കേട്ടോ. അവിടെ ഇല്ലാത്ത മണം കറിവേപ്പിലൻ്റെ പോരെ എല്ലാം ഇല്ല. അപ്പം ഓക്കെ. അപ്പോൾ കറിവേപ്പില, മാതള നാരങ്ങ, കറി നാരങ്ങ 3 ആയിട്ടുണ്ട്. പൈസ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പെട്ടി സാധനങ്ങളൊക്കെ എന്താ അത്ര ഒരുപാട് സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഉണ്ട്, പിന്നെ കൊണ്ടുപോകാനായിട്ട് സാധനങ്ങളുണ്ട്, മോളെ ഡ്രസ്സ് ഉണ്ട്, അവളുടെ തൊട്ടിലുണ്ട്, എല്ലാം ഉണ്ട്. ഉള്ളൂ അതാണ്. അതെ, ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങളുള്ളത്. ഇന്റെ പുള്ളക്കിതാ കൂടുതൽ, എൻ്റെ ചിന്ന പുള്ളക്കിതാ കൂടുതൽ. ഇതപ്പോൾ ഇത് മോളുടെ പമ്പേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും വെക്കാനുള്ളതാണ്. നമുക്ക് ആദ്യം ഇത് വയ്ക്കാം. അപ്പം നമ്മൾ ഈ നാരങ്ങ, ഈ സാധനങ്ങളില്ലേ ഇതിനകത്ത് നമ്മുടെ ചെറിയ നാരങ്ങ ഉണ്ട്, വലിയ നാരങ്ങ ഉണ്ട്, മാതോളി നാരങ്ങ, കറിവേപ്പില, മുളക്, എല്ലാ സാധനവും അതിലുണ്ട്. എവിടെ പോണത്? മമ്മാനെ കാണാൻ പോവാണോ? ലെന്നി വീഡിയോയിൽ വേറെ രസമുണ്ട്. ഉമ്മ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഈ വീഡിയോ ഫസ്റ്റ് ഇടുമ്പോൾ ചക്കരയുടെ ഉമ്മയൊക്കെ വീഡിയോ കാണൂലേ, അപ്പൊ പിന്നെ എങ്ങനെ സർപ്രൈസ് ആവുകയാണ്. ഗൈസ്, നമ്മളവിടെ എത്തിയിട്ട് മാത്രമേ ഈ വീഡിയോ ഇടുള്ളൂ കേട്ടോ. നമ്മളവിടെ എത്തി ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഈ വീഡിയോ ഇടുക. അപ്പൊ പിന്നെ ഒരിക്കലും ഈ വീഡിയോ കണ്ടവരെ സർപ്രൈസ് പോകില്ലല്ലോ. നമ്മൾ വീഡിയോയുടെ മുന്നേ അവിടെ എത്തിയല്ലേ, എത്തിയിട്ട് അവിടെ ഇടുള്ളൂ കേട്ടോ. ഇതാവോ അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കയറ്റാണ്. ഇതിനകത്തൊക്കെ മോളുടെ ഡ്രസ്സാണേ. ഇത് മോളുടെ ബാക്ക് പാക്കാണ്. ഇതായിരുന്നാ കുളിപ്പിക്കാനുള്ളതൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്താ ഉള്ളത്? പമ്പേഴ്സ് അല്ലേ ഉള്ളൂ? ഓക്കെ.
ആ അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും വണ്ടിയിലൊക്കെ കയറ്റി. അപ്പോൾ വണ്ടി ഡിക്കിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നേരെ നമ്മൾ പോവാണ്. സമയം 1 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ച് പോവല്ലേ, ഭക്ഷണം കഴിച്ച് പോവാം നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് പാലക്കാട്ടിൽ നിന്ന് കൊല്ലത്തിട്ട് വന്നില്ലേ, കൊല്ലത്ത് നിന്ന് പാലക്കാട്ടേക്ക് ആദ്യമായിട്ടല്ലേ പോണത്? ഉമ്മമാനെ കാണാൻ പോവാണില്ലേ നീണ്ട ഒരു വെക്കേഷന് ശേഷം ഇല്ലേ? ഉമ്മ ഇവിടെ കാത്തിരിക്കാണ് കാണാന്. ഉമ്മമായേ ഇവിടെ കാത്തിരിക്കണം. എന്താ കൊതു കൊയിച്ചേ ഉമ്മ കാത്തിരിക്കാൻ അവിടെ. നമുക്ക് ഇറങ്ങിയാലോ, ലേറ്റ് ആക്കണ്ട, പോകല്ലേ എന്നാല്. അപ്പോൾ നമ്മളെല്ലാവരും പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ വീഡിയോ ലെങ്തിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ തന്നെ നമ്മൾ സർപ്രൈസ് കൊടുക്കണൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളൂ. നമ്മൾ പോണ വഴിക്ക് പ്ലാൻ ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് ആ രീതിയിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊന്ന് കൂടി ആലോചിച്ചതിന് ശേഷം രാത്രി എന്തായാലും കാണുമല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ രാത്രി കണക്കാക്കി അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ഏത് രീതിയിലാണ് സർപ്രൈസ് കൊടുക്കണത്, ആ സർപ്രൈസ് ആവുമോ, അവർ ഞെട്ടുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങളത് യാത്ര തിരിക്കാൻ പോവാണ്. അപ്പോൾ ഇൻഷാല്ലാ എത്ര മണിക്ക് എത്തും നമ്മൾ? ഇപ്പോൾ സമയം 1 മണിയായി. അങ്ങനെ ഒരു 10 11 മണി 11 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ മഴയാണോ തിരക്കാണോ റോഡ് തിരക്കാണോ വർക്കിംഗ് ഡേ ആണോ എന്ന് വെച്ചാൽ വർക്കിംഗ് ഡേ അല്ല, പക്ഷെ റോഡ് തിരക്കാണോ എന്നൊക്കെ അറിയില്ല നമുക്ക്. ബാക്കി അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ പോയിട്ട് സർപ്രൈസ് കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും നമ്മൾ അടുത്ത വ്ളോഗിൽ ഉണ്ടാവും. അപ്പോൾ മറക്കാതെ സ്കിപ്പ് ചെയ്ത് കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പം ഇറങ്ങാൻ നമുക്ക് എന്നാല്. അപ്പോൾ ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിച്ചിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സൈനിങ് ഔട്ട്.